ഏതാനും വോട്ടിനോ 4 സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ CPM ഇല്ലെന്നും പാർട്ടിക്ക് ആശ്രയിക്കാനുള്ളത് ജനങ്ങളെയാണെന്നും ജനങ്ങളിൽ മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഏതാനും വോട്ടിനോ 4 സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ CPM ഇല്ല എന്നും CPMനെ ആശ്രയിക്കാനുള്ളത് ജനങ്ങളെയാണെന്നും ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷ ചിന്താഗതിക്കാരാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. CPM ആലപ്പുഴ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായ പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. ഇവിടെ എല്ലാ വർഗീയ ശക്തികളുമായും പരസ്യമായും രഹസ്യമായും കൂട്ടുകെട്ടുണ്ടാക്കി LDFനെ പരാജയപ്പെടുത്താനാകുമോ എന്നാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ LDF, CPIM ഇതുപോലുള്ള ഒരു കച്ചവടത്തിനുമില്ല. ഏതാനും വോട്ടിനോ 4 സീറ്റിനോ വേണ്ടി രാഷ്ട്രീയ ചെറ്റത്തരം കാണിക്കാൻ CPIM ഇല്ല. ഇത് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഇനിയും അതേ നില തന്നെയാണ് സ്വീകരിക്കാൻ പോകുന്നത്. നമുക്ക് ആശ്രയിക്കാനുള്ളത് ജനങ്ങളെയാണ്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷം മതനിരപേക്ഷ ചിന്താഗതിക്കാരാണ്. ആരെയും ഒപ്പം കൂട്ടുന്ന സ്ഥിതിയിലേക്ക് മുസ്ലിം ലീഗ് എത്തിയിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ജമാഅത്ത് ഇസ്ലാമിയെയും SDPയെയും കൂടെ കൂട്ടാനുള്ള നീക്കം നടത്തുന്നത്. മതനിരപേക്ഷ ചിന്താഗതി പുലർത്തുന്ന സുന്നി വിഭാഗം ഒരു കാലത്തും അംഗീകരിക്കാത്ത ജമാഅത്ത് ഇസ്ലാമിയെയും SDPയെയും ഒപ്പം കൂട്ടാനാണ് ലീഗിന്റെ നീക്കം. ലീഗ് തങ്ങളുടെ നിലപാടിൽ നിന്നും എത്രത്തോളം പുറകോട്ട് പോകുന്നു എന്നതിന്റെ ഉദാഹരണമാണിത്. സംസ്ഥാനത്ത് മുസ്ലിം ന്യൂനപക്ഷത്തെ മത രാഷ്ട്രവാദികളുടെ കൈകളിലേക്ക് എറിഞ്ഞുകൊടുക്കലാണ് ഇതിന്റെ ഫലമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിന് പുറത്ത് കോൺഗ്രസിന് ഏറ്റവും ശക്തിയുണ്ടായിരുന്ന കേന്ദ്രങ്ങളിലാണ് BJP അധികാരം പിടിച്ചെടുത്തത്. വർഗീയതയ്ക്കെതിരെ കോൺഗ്രസ് ഉറച്ച നിലപാട് എടുക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചത്. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ ജയം ആദ്യം ആഘോഷിച്ചത് SDPയാണ്. SDPയുടെ വിജയമായിട്ടാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വിജയം അവർ ആഘോഷിച്ചത്. ഇക്കാര്യങ്ങൾ ഗൗരവമായി പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കേരളത്തിൽ മുൻപുണ്ടായിരുന്ന ഗവർണർ സംഘപരിവാർ അജണ്ടകളാണ് നടപ്പാക്കിയത്. പുതിയ ഗവർണർ വന്നിട്ടേ ഉള്ളൂ. കേരളത്തിൽ മുൻപെങ്ങുമില്ലാത്ത വിധം വികസന പ്രവർത്തനങ്ങൾ ഈ സർക്കാർ നടപ്പാക്കുകയാണ്. ഈ വികസന പ്രവർത്തനങ്ങളെ വിലയിരുത്തേണ്ടത് മുൻപ് ഇവിടം എങ്ങനെയാണെന്നത് അടിസ്ഥാനപ്പെടുത്തിയാകണം. പാർട്ടി സമ്മേളനങ്ങൾ CPMന് പുതിയ കാര്യമല്ല. ജനാധിപത്യ പാർട്ടികൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചില പാർട്ടികൾ ഇവിടെയുണ്ട്. അത്തരം പാർട്ടികൾക്ക് സമ്മേളനങ്ങൾ സാധിക്കുന്നില്ല. അത്തരം പാർട്ടികളിൽ ജനാധിപത്യമുണ്ട് എന്നത് മാധ്യമങ്ങളുടെ പ്രചാരണ വേല മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു. CDNet ന്യൂസ്, ഹരിപ്പാട്.